നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് പുണ്യം നിറഞ്ഞ കർക്കിടക മാസം 1-ാം തീയതിയും മുപ്പട്ട് വെള്ളിയും കൂടിച്ചേർന്ന അത്ഭുതകരമായ ദിവസം. ഈ കർക്കിടക മാസം മുഴുവനും നമ്മുടെ വീട്ടിലെ ദാരിദ്ര്യം ഇല്ലാതായി കുടുംബത്തിൽ ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കുന്നതിനും നെഗറ്റീവ് ഊർജങ്ങൾ ഇല്ലാതാകുവാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നടന്നു കിട്ടുവാനും അതിലുപരി മഹാലക്ഷ്മിയുടെ പരിപൂർണമായ അനുഗ്രഹം ലഭിക്കുന്നതിനും ഇന്ന് മുപ്പട്ട് വെള്ളിയാഴ്ച സന്ധ്യയ്ക്ക് മുൻപായി ഇനി പറയുന്ന വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങി നിങ്ങളുടെ പൂജാമുറിയിൽ വെച്ചാൽ മാത്രം മതി. ഈ ഒരു മാസം മുഴുവനും ഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ്. ഇന്ന് കർക്കിടക മാസം 1-ാം തീയതി വാങ്ങേണ്ട ആ മംഗളകരമായ വസ്തുക്കൾ ഏതെല്ലാമാണെന്ന് നോക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഹൈപ്പ് ചെയ്യുവാനും മറന്നു പോകരുത്. കർക്കിടക മാസത്തിലെ മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മിക്ക് പ്രിയപ്പെട്ട ഈ വസ്തുക്കൾ വാങ്ങി നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ മാസം മുഴുവൻ ഐശ്വര്യവും സുഭിക്ഷവും നിറയുന്നതാണ്. കർക്കിടക മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച അല്ലെങ്കിൽ മുപ്പട്ട് വെള്ളിയാഴ്ച ഹൈന്ദവ വിശ്വാസപ്രകാരം വളരെ പ്രാധാന്യമുള്ള അതിശക്തിയാർന്ന ദിവസമാണ്. കർക്കിടക മാസം എന്നാൽ ദക്ഷിണായന പുണ്യകാലത്തിൻ്റെ ആരംഭമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഭഗവാൻ ശ്രീരാമചന്ദ്രനോടൊപ്പം ദേവിയുടെ ശക്തി അല്ലെങ്കിൽ ദേവി ചൈതന്യം സാധാരണയേക്കാൾ വളരെ കൂടുതലായി ഈ ഭൂമിയിൽ അനുഭവപ്പെടുന്ന ഒരു മാസം കൂടിയാണിത്. കർക്കിടക മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച സ്വർണ്ണ ഗൗരി വ്രതമായിട്ടാണ് ആഘോഷിക്കുന്നത്. ഈ ദിവസം പാർവതീ ദേവിയെ ആരാധിക്കുന്നതിലൂടെ സുമംഗലികളായ സ്ത്രീകൾക്ക് മാംഗല്യബലം വർദ്ധിക്കുവാനും കന്യകമാർക്ക് നല്ല ഭർത്താവിനെ ലഭിക്കുവാനും സഹായിക്കുന്നതാണ്. ദുർഗ, ലക്ഷ്മി, സരസ്വതി എന്നീ 3 ദേവിമാരെയും കർക്കിടക മാസത്തിലെ മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം ആരാധിക്കുന്നത് വളരെ വിശേഷമാണ്. കൂടാതെ ഭദ്രകാളി ദേവിയെയും ആരാധിക്കുവാൻ അനുയോജ്യമായ സമയമാണിത്. ഇനി കർക്കിടക മാസത്തിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും നിങ്ങളുടെ കുലദൈവത്തെ അല്ലെങ്കിൽ കുടുംബദേവതയെ പ്രാർത്ഥിക്കുന്നതിലൂടെ നല്ല ചിന്തകൾ ഉണ്ടാകുവാനും നിങ്ങളുടെ ന്യായമായ ഏതൊരു ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടുന്നതിനും ഉത്തമമാണ്. ഇന്ന് മുപ്പട്ട് വെള്ളിയാഴ്ചയായ കർക്കിടകം 1-ാം തീയതി സുമംഗലികളായ സ്ത്രീകൾക്ക് നിങ്ങളെക്കൊണ്ട് കഴിയും വിധം മഞ്ഞളോ കുങ്കുമമോ അല്ലെങ്കിൽ ഒരു മുഴം പൂവോ അല്ലെങ്കിൽ വസ്ത്രമോ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നത് എന്താണോ അത് ദാനമായി നൽകുന്നതിലൂടെ കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരുകയും ഭർത്താവിൻ്റെ ദീർഘായുസ് വർദ്ധിക്കുന്നതുമാണ്. ഇതിനെല്ലാം ഉപരി ഇന്ന് മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മിക്ക് പ്രിയപ്പെട്ട ഇനി പറയുന്ന വസ്തുക്കൾ വാങ്ങി നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ മഹാലക്ഷ്മിയുടെ കടാക്ഷത്തിനും സമ്പൽ സമൃദ്ധിക്കും വഴിതെളിക്കുന്നതാണ്. മാത്രമല്ല ഇത് വീട്ടിലെ നെഗറ്റീവ് ഊർജം നീക്കം ചെയ്യുവാനും കുടുംബത്തിൽ സന്തോഷം നിറയ്ക്കുവാനും സഹായിക്കും. ഒന്നാമതായി ഇന്ന് മുപ്പട്ട് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം അനുഗ്രഹം ലഭിക്കുന്നതിനായി ഇന്ന് നിർബന്ധമായും ഒരു പുതിയ പാക്കറ്റ് കല്ലുപ്പ് വാങ്ങി നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരിക. കല്ലുപ്പ് വാങ്ങി അത് നിങ്ങളുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ വിളക്കിന് മുൻപാകെ 1/2 മണിക്കൂർ വെച്ചതിന് ശേഷം തിരികെ നിങ്ങളുടെ കിച്ചണിലേക്ക് എടുക്കാവുന്നതാണ്. രണ്ടാമതായി ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള ഉണക്ക മഞ്ഞളോ അല്ലെങ്കിൽ ഒരു പാക്കറ്റ് മഞ്ഞൾ പൊടിയോ വാങ്ങി നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അത് പൂജാമുറിയിൽ വെക്കുക. ഇതിലൂടെ ഐശ്വര്യം മാസം മുഴുവൻ നിലനിൽക്കുന്നതാണ്. മുപ്പട്ട് വെള്ളിയാഴ്ചയായ ഇന്ന് ഒരു പാക്കറ്റ് കുങ്കുമം വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരികയും നിങ്ങളുടെ പൂജയിൽ അത് ഉൾപ്പെടുത്തുകയും ചെയ്യുക. ഇനി പൂജയൊന്നും ചെയ്യുന്നില്ല എങ്കിൽ ഒരു പാക്കറ്റ് കുങ്കുമം വാങ്ങി നിങ്ങളുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ വിളക്ക് വെക്കുന്നിടത്ത് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപാകെ വെക്കുക. ദിവസവും കുളി കഴിഞ്ഞ് ഇതിൽ നിന്നും കുങ്കുമം നിങ്ങൾക്ക് നെറ്റിയിൽ തൊടാവുന്നതാണ്. ഇതിലൂടെ ഭാഗ്യം വർദ്ധിക്കുന്നതാണ്. ഇനി നാലാമതായി പായസത്തിലും മറ്റു നിവേദ്യങ്ങളിലും ചേർക്കുന്നതിനായി ഒരൽപ്പം ഡയമണ്ട് കൽക്കണ്ടം വാങ്ങി അത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കാവുന്നതാണ്. കുറച്ച് ഡയമണ്ട് കൽക്കണ്ടം വാങ്ങി നിങ്ങളുടെ പൂജാമുറിയിൽ എപ്പോഴും സൂക്ഷിക്കുക. കാരണം വിളക്ക് കൊളുത്തുമ്പോൾ ഇതിൽ നിന്നും 3-5 കൽക്കണ്ടമിട്ട്
വിളക്ക് കൊളുത്തുന്നതിലൂടെ മഹാലക്ഷ്മി കടാക്ഷം വന്നു ചേരുന്നതാണ്. അഞ്ചാമതായി 30 വെള്ളിയാഴ്ചയായ ഇന്ന് ശർക്കര വാങ്ങി നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ ശുക്രഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും പരിപൂർണമായ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒരുപാട് ശർക്കര വാങ്ങേണ്ട ആവശ്യമില്ല. കുറഞ്ഞത് ഒരു ഉണ്ട ശർക്കരയെങ്കിലും വാങ്ങി അരമണിക്കൂർ നിങ്ങളുടെ പൂജാമുറിയിൽ വെച്ചതിന് ശേഷം തിരികെ എടുക്കാവുന്നതാണ്. ആറാമതായി ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ പച്ചരി ഇന്ന് 30 വെള്ളിയാഴ്ച ദിവസം വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് അതിവിശേഷമാണ്. ഇതിലൂടെ ലക്ഷ്മി ദേവിയുടെയും ശുക്രഭഗവാന്റെയും ചന്ദ്രഭഗവാന്റെയും അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ഇനി ഏഴാമതായി ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനോടൊപ്പം മുരുക ഭഗവാന്റെയും ചൊവ്വാഗ്രഹത്തിൻ്റെയും അനുഗ്രഹം ലഭിക്കുവാൻ തുവരപ്പരിപ്പ് വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഉത്തമമാണ്. ഇനി തുവരപ്പരിപ്പ് വാങ്ങുന്നതിലൂടെ ശനി, ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങളുടെ പ്രീതിക്കും ദോഷപരിഹാരത്തിനും വളരെ നല്ലതാണ്. ഇനി എട്ടാമതായി ലക്ഷ്മി ദേവിക്ക് പ്രിയപ്പെട്ട താമരയോ അതല്ലെങ്കിൽ റോസാപ്പൂവോ അതുമല്ലെങ്കിൽ മുല്ലപ്പൂവോ വാങ്ങി അത് നിങ്ങളുടെ പൂജാമുറിയിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപാകെ സമർപ്പിക്കുക. ഇതിലൂടെ ലക്ഷ്മി പ്രീതി ലഭിക്കുന്നതാണ്. ഒമ്പതാമതായി ദൈവക്കനി അല്ലെങ്കിൽ ദേവക്കനി എന്നറിയപ്പെടുന്ന നാരങ്ങ വാങ്ങി നിങ്ങളുടെ പൂജാമുറിയിൽ വയ്ക്കുക. ഇതിലൂടെ ദുർഗാദേവിയുടെയും ലക്ഷ്മി ദേവിയുടെയും പരിപൂർണമായ അനുഗ്രഹം ഉണ്ടാകുന്നതാണ്. ഇനി പത്താമതായി ശുക്രഭഗവാന് പ്രിയപ്പെട്ട വെള്ള മൊച്ചപ്പയർ വാങ്ങി നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അത് നിങ്ങളുടെ പൂജാമുറിയിൽ വയ്ക്കുക. ഇതിലൂടെ ഐശ്വര്യം വർദ്ധിക്കുകയും ശുക്രഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം ലഭിക്കുന്നതുമാണ്. ഈ വസ്തുക്കളെല്ലാം വാങ്ങി നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിനോടൊപ്പം ആദ്യം പൂജാമുറിയിൽ സമർപ്പിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക. ഇനി ഈ പറഞ്ഞ എല്ലാ വസ്തുക്കളും ഒരുമിച്ച് വാങ്ങുവാൻ സാധിക്കാത്തവർ ഇതിൽ പ്രധാനപ്പെട്ട 5 വസ്തുക്കളെങ്കിലും പ്രത്യേകിച്ച് ഉപ്പും മഞ്ഞളും വാങ്ങുന്നതിലൂടെ ഈ ഒരു കർക്കിടക മാസത്തിലെ വറുതി അല്ലെങ്കിൽ ദാരിദ്ര്യം മാറി സമ്പത്തുണ്ടാകുവാൻ സഹായിക്കുന്നതാണ്. മാത്രമല്ല ഇന്ന് 30 വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി ദേവിക്ക് പ്രിയപ്പെട്ട ഈ വസ്തുക്കൾ വാങ്ങി നിങ്ങളുടെ പൂജാമുറിയിൽ സമർപ്പിക്കുന്നതിലൂടെ മാസം മുഴുവൻ കുടുംബത്തിൽ ദാരിദ്ര്യം നീങ്ങി ഐശ്വര്യം അല്ലെങ്കിൽ സുഭിക്ഷം നിലനിൽക്കുന്നതാണ്. ഇന്ന് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കുടുംബദേവതയും മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങളുടെ മനസ്സിലുള്ള എത്ര നടക്കാത്ത ആഗ്രഹങ്ങളും വളരെ വേഗത്തിൽ തന്നെ സാധിച്ചു കിട്ടുന്നതാണ്. എല്ലാവർക്കും ഈ കർക്കിടക മാസത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.